ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താഴ്മയിൽ നിന്ന് ദൈവം നിങ്ങളെ വലിയവരാക്കും. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം, കേൾക്കണേ. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ ദേശത്തെ ഒരു കൊച്ചു ബാലകനായിരുന്നു ദാവീദ്. 8 സഹോദരന്മാരിൽ ഇളയവനായിരുന്നു അവൻ. അവൻ തന്റെ അച്ഛന്റെ ആട്ടിൻ പറ്റകളെ മേയിച്ചുകൊണ്ടിരുന്നു. തമ്പുരു മീട്ടുന്നതിൽ അവൻ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് ദേശക്കാരായ ഫിലിസ്ത്യ പലപ്പോഴും പാവപ്പെട്ട ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, മല പോലെയുള്ള ഒരാൾ, 6 മുഴത്തിലധികം ഉയരം, അതിനൊത്ത വണ്ണം. അവന്റെ തലയിൽ പിച്ചള തൊപ്പിയുണ്ടായിരുന്നു. ഇത് കണ്ടാൽ ആരെങ്കിലും വിറയ്ക്കാതിരിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല. ഫിലിസ്തീയ ശല്യം മൂലം ഇസ്രായേൽ ജനങ്ങൾക്ക് കിടന്നു പൊറുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവിടുത്തെ സൗൽ രാജാവ് പോലും ഭയന്നു വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സന്ദർഭത്തിൽ രാജാവ് ഒരു വിളംബരം നടത്തി. ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. നാട്ടിലെ അംഗവീരന്മാർ പോലും തലയുള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബാലനായ ദാവീദ് രാജസന്നിധിയിലെത്തി പറഞ്ഞു, ഈ ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി, അടിയനെ അനുവദിച്ചാൽ മാത്രം മതി. ഇത് കേട്ട് സൗൽ രാജാവിന് ചിരിയാണ് വന്നത്. ഈ കൊച്ചു പയ്യൻ എങ്ങനെയാണ് ആ മല്ലനെ തോൽപ്പിക്കുക? അവന്റെ ധീരതയെക്കുറിച്ച് അറിഞ്ഞ രാജാവ് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. കൊച്ചു ദാവീദ് കയ്യിലൊരു വടിയും കവണയും തോട്ടിൽ നിന്ന് പിറക്കിയ 5 കല്ലുകളുമായി ഗോലിയാത്തിന്റെ താവളത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്താ തെറ്റാലി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എന്താ നിന്റെ വളർത്തുമൃഗമാണോ? ഇവിടെ വാ, നിന്റെ മാംസ പക്ഷി മൃഗാദികൾക്ക് പിച്ചി ചീന്തി കൊടുക്കും. ദൈവം തന്റെ പക്ഷത്തിലുള്ളത് കാരണം ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ എന്റെ കൈകളെ ഏൽപ്പിക്കും. അങ്ങനെ ഇസ്രായേൽ ദേശത്തിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഗോലിയാത്തിന് ദേഷ്യം വന്നു. ദാവീദിനെ ആക്രമിക്കാൻ ചെന്നു. ദൈവം പക്ഷത്തുള്ളതായിരുന്നു. ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് കല്ലെടുത്ത് കാണാൻ വെച്ച് ഗോലിയാത്തിനെ കെട്ടാനെറിഞ്ഞു. ഗോലിയാത്ത് മല പോലെ നിലംപതിച്ചു. ഒരു നാടിനെ മുഴുവൻ പറപ്പിച്ച ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കൊച്ചു ദാവീദ് നീങ്ങുന്നത് ദൈവം അവന് നൽകിയ ആത്മവിശ്വാസമാണ്. കൊച്ചു ദാവീദ് ചെയ്തതുപോലെ പരസ്പരം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ നമുക്ക് മുന്നേറാം. നന്ദി.